ഇത് വ്യാഴാഴ്ച ചെയ്തൊരു പൂജയാണ്. അപ്പം കൃഷ്ണന് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഉണ്ടമാല കെട്ടിക്കൊടുത്ത പ്രത്യേക ഒരു ഭംഗിയാണെന്നൊക്കെ. അപ്പോൾ ആ വീഡിയോ ഒന്ന് സമർപ്പിക്കാമെന്ന് കരുതി. അപ്പോൾ ദേവിക്ക് വെള്ളിയാഴ്ച സമയങ്ങളിലാണ് കൂടുതൽ ഞാൻ നല്ല രീതിയിൽ ഇങ്ങനെ ഒരുക്കിക്കാറുള്ളത്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ കണ്ണനാണ് കൂടുതൽ. ഇതിപ്പോൾ ഒരു വ്യാഴാഴ്ച ചെയ്തൊരു പൂജയാണ്. വ്യാഴാഴ്ച ചെയ്തൊരു പൂജ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ വിട്ടു തരുന്നത്. കണ്ണൻ എത്രമാത്രം ഭംഗിയുണ്ടെന്ന് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പറയണം. കാരണം എന്ന് പറയുകയാണെങ്കിൽ ഉണ്ടമാല കെട്ടുമ്പോൾ എന്നെ സംബന്ധിച്ച് കുറച്ച് സമയം പിടിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഒക്കെ 2 മാല കെട്ടി വരുമ്പോഴേക്കും കുറച്ച് സമയമാണ്. നമുക്ക് പൂവൊക്കെ വേണം. അപ്പോൾ പൂവ് മേടിക്കുകയാണ് ചെയ്യുക. പൊതുവേ മുറ്റത്തുള്ള പൂവും കെട്ടാറുണ്ട്. മുറ്റത്ത് പൂവില്ലെങ്കിൽ ഞങ്ങൾ പൊതുവേ പൂജ സ്റ്റോറിൽ പോയിട്ട് പൂ മേടിച്ചിട്ട് പിന്നെ കെട്ടുക ചെയ്യുക. കെട്ടിയിട്ട് ഇങ്ങനെ അലങ്കാരം വയ്ക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണല്ലോ. അപ്പോൾ കണ്ണനെ സംബന്ധിച്ച് ഈ ഉണ്ടമാലയൊക്കെ കെട്ടി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അമ്മയ്ക്കും ഇതേപോലെ തന്നെ ഉണ്ടമാല കെട്ടിക്കൊടുത്ത് നല്ല ഭംഗി കൂട്ടാറുണ്ട്. അതൊരു ദിവസം ഞാൻ വീഡിയോ വിടുന്നുണ്ട്. സമയത്തിനനുസരിച്ച് ഞാൻ വിടാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ വിടാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളൊരു അഭിപ്രായം പറയണം. എത്രത്തോളം ഭംഗിയുണ്ട് കണ്ണന് ഈ ഉണ്ടമാല കെട്ടിക്കൊടുത്തിട്ടെന്ന് പറയാൻ മറക്കരുത്. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വിവരം അറിയിക്കണം. ഇതിപ്പോൾ ഞാനൊരു വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് മോളാണ് എടുത്തത്. അപ്പോൾ എനിക്ക് രാവിലെ ഇത് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ കുറച്ച് തിരക്കായിരിക്കും. പിന്നെ എനിക്ക് പൂജ റൂമിലൊന്നും വന്ന് നിൽക്കാനോ നോക്കാനൊന്നും സമയം ഉണ്ടാവില്ല. ആ സമയങ്ങളിൽ നമുക്ക് പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. എന്നാലും എനിക്കിത് രാവിലെ ഇത് ഇങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ ഇങ്ങോട്ട് എണീറ്റ് പോരാൻ തോന്നില്ല. പ്രത്യേക ഒരു ഭംഗിയാണ്. 2 പേർക്ക് മാലയൊക്കെ കെട്ടി കൊടുത്ത് കഴിയുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. ഇതൊന്നും വേണമെന്നില്ല കേട്ടോ. ഈശ്വരൻ ഇതൊന്നും ഇല്ലെങ്കിലും വിളി കേൾക്കും, അത് വേറെ. പിന്നെ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇതൊക്കെ ഉണ്ട് സമർപ്പിക്കുകയാണ്. കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു പോസിറ്റീവ് വൈബാണ്. അത് ഇവിടുന്ന് കിട്ടില്ല, അത് അവിടെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ ചെയ്യണം. അതുകൊണ്ട് ചെയ്യാണ്. കൂടുതലായിട്ടും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കൂടുതലും ഞാൻ പൊതുവെ ഓരോ ദിവസം തന്നെ ഞാൻ ചിലപ്പം മുമ്പോട്ട് കൊണ്ടുപോകും. ഇതൊക്കെ ചെയ്യാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു നല്ലാത്തൊരു എനർജിയാണ്. അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ പല തലങ്ങളിൽ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. പിന്നെയും നമുക്ക് പലതും ചെയ്യാനും ചിന്തിപ്പിക്കാനൊക്കെ തോന്നിക്കും. അതുകൊണ്ടാണ്. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ ദേവിക്ക് മുല്ലമാല, തെച്ചിമാല അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇത് പൂജനെ സംബന്ധിച്ച് ഇത് വെളുക്ക് കെട്ടുപോയതുണ്ട്. അത് പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുത്തത്. വെളുക്ക് ചിലപ്പോൾ ചെറിയ മോളും കൂടെ ഉണ്ട്. അവളും കൂടെ ചിലപ്പോൾ കളിക്കുമ്പോൾ ചിലപ്പോൾ വെളുക്കിൻ്റെ തിരിയൊക്കെ ചിലപ്പോൾ കെട്ടുപോയെന്നിരിക്കും. പൊതുവെ അങ്ങനെയൊക്കെയാണ്. പക്ഷേ എന്നാലും ഒന്നും ഞാൻ മുടക്കാറില്ല. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് സമയം ഒരിക്കലും കാത്തിട്ടില്ല. സമയത്തിനനുസരിച്ച് നമ്മൾ അത് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നതാണ്. ഒരു ദിവസം കഴിഞ്ഞില്ലെങ്കിൽ പിറ്റേ ദിവസം ചെയ്യാമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതിനും കഴിഞ്ഞില്ലെങ്കിൽ പറ്റുന്ന സമയത്ത് ചെയ്യാമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. സമയത്തിനനുസരിച്ചിട്ടാണ് നീങ്ങുന്നത്.